പി എസ് രഞ്ജിത്ത്, തലമാറി പുതിയ മുഖം പോകുന്നു. അങ്ങനെ മുഖം മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ഒരു ടീമിനെ തന്നൊപ്പം നിർത്തുക എന്നതായിരിക്കുമല്ലോ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുക. പുതുമുഖങ്ങൾക്ക് സാധ്യത എത്രത്തോളമുണ്ട്? പ്രത്യേകിച്ച് സമുദായ പ്രാതിനിധ്യമൊക്കെ ഉറപ്പുവരുത്തണം. മാറിയ സാഹചര്യത്തിൽ ഈഴവ ക്രിസ്ത്യൻ സമുദായ സാഹചര്യമുണ്ട്. നേരത്തെ വി മുരളീധരനും സുരേന്ദ്രനും ഉണ്ടായിരുന്നപ്പോൾ തലപ്പത്ത് തന്നെ ഈഴവ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി, രാജീവ് ചന്ദ്രശേഖരാണ്. അപ്പോൾ പുതുതായിട്ട് കോർ കമ്മിറ്റി വരാൻ പോകുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, BJP ഒരു പ്രസിഡന്റ് ഓറിയന്റൽ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റ് ചാർജ് എടുത്താൽ പഴയ കമ്മിറ്റി സ്വാഭാവികമായും ഡിസോൾവ് ആവും. അപ്പോൾ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി എന്ന് പറയുന്നത് കേവലം ഒരു അഡ്വൈസ് കമ്മിറ്റി മാത്രമായിരിക്കും. അടുത്ത കോർ കമ്മിറ്റിയിൽ ഇന്നത്തെ കോർ കമ്മിറ്റിയിലുള്ള ആൾക്കാർ മുഴുവൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ എന്ന് പറയുന്നത്. BJPയുടെ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ BJP സംസ്ഥാന അധ്യക്ഷനും 4 ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും നിശ്ചയിക്കപ്പെട്ട മറ്റ് ഭാരവാഹികളും എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ജനറൽ സെക്രട്ടറിമാർ തന്നെ മാറുമോ എന്നുള്ളതാണ്. MT രമേശ് ഇപ്പോൾ നിലവിൽ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇനി ജനറൽ സെക്രട്ടറി പദത്തിലേക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം 2009 മുതൽ ജനറൽ സെക്രട്ടറിയാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ് അദ്ദേഹം സ്വയം എടുത്തിട്ടുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതുമുഖങ്ങൾ എന്നറിയപ്പെടുന്ന അതിൽ ഷോൺ ജോർജ്, അനൂപ് ആന്റണി എന്നീ 2 പേരുകൾ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്. അനൂപ് ആന്റണി രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിലുള്ള ആളാണ്. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. PM നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ മീഡിയ ടീമിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആൾ. അങ്ങനെ അനൂപ് ആന്റണി ഇവിടെ കേരളത്തിൻ്റെ ചുമതലയിലേക്ക് വരുമോ? അതുപോലെ ഷോൺ ജോർജ് രാജീവ് ചന്ദ്രശേഖരൊക്കെ നേരിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മുഖമാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സാന്നിധ്യം ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോസ്റ്റിലേക്ക് ഈ 2 പേരുകൾ പരിഗണിക്കപ്പെട്ടപ്പോൾ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച ഈഴവ സാന്നിധ്യം, വനിതാ സാന്നിധ്യം വേണം. ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി ആക്കിയാൽ ഈഴവ സാന്നിധ്യവും വനിതാ സാന്നിധ്യവും ഒരേ സമയത്ത് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന അനീഷ് കുമാർ, അദ്ദേഹം അവിടെ വലിയ പ്രവർത്തനം നടത്തുകയും തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു MP ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത പ്രസിഡന്റാണ്. അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന VV രാജേഷ് ഉണ്ട്. ഇങ്ങനെ സാമുദായിക പ്രാതിനിധ്യം നോക്കുമ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരന് ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കേണ്ടി വരും. K സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന, V മുരളീധരനൊപ്പം നിൽക്കുന്ന കൃഷ്ണകുമാർ, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ നിലനിർത്തുമോ? അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമോ? അതോടൊപ്പം ഇപ്പോൾ അഡ്വക്കേറ്റ് P സുധീർ, അദ്ദേഹം K സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നിലനിർത്തുമോ? ഇനി അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ പകരം എന്ത് പോസ്റ്റ് കൊടുക്കും? തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഗ്രൂപ്പ് സമവാക്യങ്ങൾ എങ്ങനെ പരിഗണിക്കുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. KS രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, പക്ഷേ കോർ കമ്മിറ്റിയിലുണ്ട്. അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ നിലനിർത്തുമോ? AN രാധാകൃഷ്ണൻ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ നിലനിർത്തുമോ എന്നീ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇതിൽ പൂർണ്ണ അധികാരം സംസ്ഥാന അധ്യക്ഷനാണ്. കാരണം തൻ്റെ ടീമിനെ നിലനിർത്താൻ അതിൽ 80% മാറ്റം വരുത്താനൊക്കെ സംസ്ഥാന അധ്യക്ഷന് സാധിക്കും എന്നുള്ളതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുന്ന കാര്യം ദേശീയ നേതൃത്വം അംഗീകരിക്കുക മാത്രമാണ് പതിവുള്ളത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അധ്യക്ഷനായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ടീമും പ്രൊഫഷണൽ ആവണമെന്ന് ആഗ്രഹിക്കും. അതിൽ ഈ സമവാക്യങ്ങളൊന്നും ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്, താങ്ക് യു റോഷിപാൽ വിവരങ്ങൾ നൽകിയതിന്. BJPയുടെ പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുക. തല മാറിയതിനു ശേഷമുള്ള മുഖം മാറ്റലാണ് നടക്കാൻ പോകുന്നത്.